ഇത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ കാഴ്ച നിൽക്കുന്നൊരു മാവാണ് കേട്ടോ. ഇത്തരമൊരു മാവ് വീട്ടുമുറ്റത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതായത് ആർക്കും ഒരു വീട്ടുമുറ്റത്തുനിന്നൊരു മാങ്ങ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലും ഇതുപോലെ മാവുകളൊക്കെ സെറ്റ് ചെയ്ത് ആ ഫോട്ടോ ഇട്ട് തന്നിട്ട് അവരിലൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ചില വീട്ടുകാരൊക്കെ അതിൽ വളരെ സന്തോഷത്തിൽ ആണ്. അത്തരം ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു മാവ് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ്റു ഈറ്റുമാണ് ഇട്ടത്. ഇത് ചട്ടിയിലാണ്, ചട്ടിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ഇത് ശരിക്കും മണ്ണിലേക്കൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ നല്ല രീതിയിൽ മാങ്ങയുണ്ടാവും കേട്ടോ. കണ്ടോ, ഇതിൻ്റെയൊക്കെ മുകളിൽ ഇത് ചക്കരക്കുട്ടിയാണ്. ചക്കരക്കുട്ടി വലിയ മോശമൊന്നുമല്ല കേട്ടോ. ചക്കരക്കുട്ടി നന്നായിട്ട് മാങ്ങയാണ് ഉണ്ടല്ലേ. ചക്കരക്കുട്ടീൻ്റെ മാങ്ങകളാണ് ആ കാണുന്നതൊക്കെ. ഇതൊക്കെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ചട്ടിയിലൊക്കെ തന്നെ ഇത്തരം മാവുകൾ സെറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികൾക്ക് മാങ്ങ പറിച്ചെടുക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾക്കതിൽ പങ്കെടുക്കാനും അതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കാനും മാങ്ങ ചെത്തി തിന്നാനൊക്കെ കഴിയുന്നൊരു സാഹചര്യം ചെറുതൊന്നല്ല. അതിനുണ്ടാകുന്ന സന്തോഷം വലുതാണ്. നമ്മളിപ്പം വിഷുവിൻ്റെ ഒക്കെ സമയത്താണ് നമ്മൾ പടക്കങ്ങളും അതുപോലുള്ള പല സാധനങ്ങളും വാങ്ങി നന്നായിട്ട് പൈസ മുടക്കി തന്നെ മുന്നോട്ട് പോകും. അതേസമയം ചെറിയൊരു പൈസ മുടക്കി കുട്ടികൾക്ക് ഇത്തരം ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ച് കൊടുത്താൽ അവരിലൊരു നല്ല ചിന്ത വളർന്നു വരും. ഒരു ചെറിയ മാവ് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള താല്പര്യം അവരിൽ വർദ്ധിച്ചു വരും. അത് പ്രകൃതിയിലൊരു വലിയ ഇടപെടൽ അത്തരം കുട്ടികൾക്കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം ഒരു മാവിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ ശ്രമിക്കാം. ഇതുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ കലാപ്പാടി ഉണ്ടോ, ഇത് കലാപ്പാടി മാവാണ്. ഇതൊക്കെ തന്നെ നന്നായിട്ട് മാങ്ങയുള്ള മാവുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കലാപ്പാടിയിലൊക്കെ നന്നായിട്ട് മാങ്ങയുണ്ട്. അത് ഇത് ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാം. അവിടെയൊക്കെ മാങ്ങകളുണ്ട്. ഇതിനുള്ള എല്ലാ മാവിൻ്റെ മുകളിലും ഒരു 500ഓളം മാവുകൾ കലാപ്പാടിൻ്റെ മാവുകളുണ്ട്. ഇതിലൊക്കെ തന്നെ മാങ്ങകളുണ്ട്. മാങ്ങ ഏകദേശം പഴുക്കാനായി തുടങ്ങുന്നൊരു സമയത്തേക്ക് വരികയാണ്. കലാപ്പാടി മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി മാങ്ങയാണ്. ആർക്കെങ്കിലും മാവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലുണ്ട്. ഈ മാവൊക്കെ ഞങ്ങൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന മാവ് കേട്ടോ. 950 രൂപ തന്നാൽ 5% ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കൊടുക്കും. മാവുണ്ടല്ലേ, ആ മാവിൻ്റെ മുകളിൽ ആ ഭാഗത്തൊക്കെ മാങ്ങയാണ് കേട്ടോ. അവിടെ ഒന്ന് അകലത്തിൽ കാണിച്ചു തരാമെന്നുള്ളൂ. എല്ലാ മാവിൻ്റെ മുകളിലും മാങ്ങയുണ്ട്. ഇത് നന്നായിട്ട് മാവ് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് നന്നായിട്ട് മാവിൻ്റെ കച്ചവടം ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും മാവ് വേണമെന്നുണ്ടെങ്കിൽ, മാവ് മാത്രമല്ല ഏതെല്ലാം പഴവർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലുണ്ട്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അനുകൂല സാഹചര്യം ഞങ്ങൾ കാണുന്നത് ഒരു പുതിയ വീട് വെച്ച ആളുകൾ മലബാർ മേഖലയിൽ നിന്ന് പല ഭാഗത്തു നിന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിപ്പെടുകയും എല്ലാവിധ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരം ആളുകൾക്ക് കൂടി വേണ്ടി ആണ് ഇത് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങളെ നമ്പർ 94 97 660 440 വിളിച്ചാൽ എല്ലാ വിവരങ്ങളും കിട്ടും കേട്ടോ. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് ആർക്കെങ്കിലും ഇത്തരം എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ.